RPF എക്സാമിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന മൂന്നാമത്തെ ക്ലാസ് ആണിത്. ഇതിനു മുമ്പ് 2 ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിരുന്നു. ഒരു RPF കോൺസ്റ്റബിൾ എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോയും അതേപോലെ RPF SI എക്സാമുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സും. അപ്പോൾ ഈ 2 ക്ലാസ്സുകളിലുമായിട്ട് ഏകദേശം 20ഓളം ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും എക്സാം കഴിയുന്നത് വരെ ഇതേപോലെയുള്ള ഒരു കണ്ടിന്യൂസ് സീരീസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്ലാസ്സുകൾ കാണുക, അതോടൊപ്പം തന്നെ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുകയും ചെയ്യുക. നമ്മുടെ ആപ്ലിക്കേഷനിൽ RPF എക്സാമുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു കളക്ഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. അതേപോലെ തന്നെ RPF എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു എക്സ്ക്ലൂസീവ് ക്രാഷ് കോഴ്സും നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്രാഷ് കോഴ്സ് പർച്ചേസ് ചെയ്യാം. RPF എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് പ്രോഗ്രാമാണത്. അതിൽ നിങ്ങൾക്ക് റിട്ടേൺ എക്സാമിന് വേണ്ടിയുള്ള, അതായത് മാത്സ്, റീസണിങ്, GK, ഈ 3 ടോപ്പിക്കുകൾ കംപ്ലീറ്റ്ലി അതിന് വേണ്ട എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യത്തക്ക രീതിയിലുള്ള വീഡിയോ ലെസൺസ്, അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ, ലൈവ് എക്സാമുകൾ, PDF നോട്ടുകൾ, ഇതെല്ലാം കൂടി ഉള്ള ഒരു പാക്കേജാണ്, ഒരു കോഴ്സ് പാക്കേജാണത്. സോ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നമ്മുടെ ആപ്ലിക്കേഷനിൽ നിന്ന് ചെക്ക് ചെയ്യാം. ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആപ്പിൽ ധാരാളം ഫ്രീ റിസോഴ്സസ് നിങ്ങൾക്കുണ്ട്. പെയ്ഡ് കോഴ്സസ് വളരെ കുറച്ചേ ഉള്ളൂ. മോസ്റ്റ് ഓഫ് ദ കണ്ടന്റ് ആപ്പിൽ വരുന്ന എക്സാംസ് എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആണ്. സോ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ തന്നെ ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ ധാരാളം ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് സെക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ LDCയുടെ എക്സാമുകളാണെങ്കിലും ബാങ്ക് എക്സാമുകളാണെങ്കിലും എല്ലാം, ഇതിനെല്ലാം വേണ്ടിയുള്ള ധാരാളം കണ്ടന്റുകൾ അതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് ആ ഒരു ആപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ ഡൗൺലോഡ് ചെയ്യുക. സോ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഞാൻ എൻ്റെ സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് RPF കോൺസ്റ്റബിൾ പരീക്ഷയുടെ മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങളാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്നിട്ട് ഞാൻ ക്ലാസ്സിലേക്ക് പോകാം. മക്കളെ, ഈ RPF SIയും RPF കോൺസ്റ്റബിളും രണ്ട് പ്രത്യേക പരീക്ഷകളാണ്. ഇതിന് ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് കൺസേൺ ആവേണ്ട കാര്യമില്ല. SIക്ക് ഭയങ്കര ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, കോൺസ്റ്റബിളിന് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ, അങ്ങനെയൊന്നുമില്ല. എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ രണ്ടിനും ഏകദേശം ഒരുപോലെ തന്നെയാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരേപോലെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. SIക്ക് പഠിക്കുന്നവർ കുറച്ച് വലിയ കാര്യങ്ങൾ പഠിക്കണം, കോൺസ്റ്റബിളിന് പഠിക്കുന്നവർ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ഡിഫിക്കൽട്ടി ലെവലെല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. സോ ഈ 2 പരീക്ഷയ്ക്കും നമുക്ക് ഒന്നിച്ച് തന്നെ തയ്യാറെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് RPF കോൺസ്റ്റബിൾ പരീക്ഷയുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ABC invested rupees 10,000, 12,000 and 15,000 respectively for 5, 6 and 9 months in a business. If A's share in the profit is rupees 2,500, then find the total profit. ചോദ്യം ഞാൻ ഇംഗ്ലീഷിലാണ് എടുത്തിട്ടുള്ളത്. പരീക്ഷ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങളുടെ ഏത് റീജിയണൽ ലാംഗ്വേജിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എക്സാം എഴുതാം. മലയാളം ചോദ്യങ്ങളോട് ഇതിൻ്റെ കൂടെ കൊണ്ടുതരുന്നാൽ നമ്മുടെ സ്ക്രീൻ സ്പേസ് ഒരുപാട് നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കോമൺ ആയിട്ട് ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചോദ്യത്തിൻ്റെ മലയാളം, ഓരോ ചോദ്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ മലയാളം പറയും, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ചോദ്യം ഇതാണ്: ABC എന്നിവർ 10,000, 12,000, 15,000 രൂപ വീതം നിക്ഷേപിക്കുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. 5, 6, 9 മാസത്തേക്കാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ബിസിനസ്സിൽ. Aക്ക് കിട്ടിയ ലാഭം 2,500 രൂപയാണെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് എത്ര? അപ്പോൾ നോക്കിക്കോ മക്കളെ, A, B, C. A 10,000, B 12,000, C 15,000. അപ്പം ഈ എന്തുകൊണ്ട് 10, 12, 15 എടുത്തെന്ന് ചോദിച്ചാൽ, ഈ 3 പൂജ്യം എല്ലായിടത്തും കോമൺ ആയിട്ട് വരുന്നില്ല. നമ്മൾ ഇതിന് എന്തായാലും റേഷ്യോ ആക്കണം. അപ്പോൾ നമ്മൾ എന്തായാലും 1000 കൊണ്ട് ഹരിക്കേണ്ടി വരും. അപ്പോൾ ഈ 3 പൂജ്യങ്ങൾ എന്തായാലും നമ്മൾ കളയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ 10,000-ന് 10, 12,000-ന് 12, 15,000-ന് 15 എടുത്തു. ഇനി എത്ര? 5 മാസം, 6 മാസം, 9 മാസം. സോ ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു 9. എന്തിനാ മൾട്ടിപ്ലൈ ചെയ്തതെന്ന് ചോദിച്ചാൽ, പ്രോഫിറ്റിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിൻ്റെ റേഷ്യോൻ്റെയും ടൈമിൻ്റെ റേഷ്യോൻ്റെയും കൂടെ പ്രോഡക്റ്റിൻ്റെ ലീസ്റ്റ് ഫോം ആയിരിക്കും. നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞൊരു ക്ലാസ് വളരെ വിശദമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ക്ലാസ് കൂടി ഒന്ന് കണ്ടു നോക്കുക. അവിടെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്യാപിറ്റൽ ഇൻറ്റു ടൈമിൻ്റെ ലീസ്റ്റ് ഫോം ആയിരിക്കും പ്രോഫിറ്റ്. നമുക്കിവിടെ പ്രോഫിറ്റിൻ്റെ റേഷ്യോ വേണം, എങ്കിലേ അത് വെച്ചിട്ട് നമുക്ക് എയുടെ പ്രോഫിറ്റുമായിട്ട് ഇക്വേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ട് വെട്ടിക്കളയാൻ പറ്റുന്ന ആരുമില്ല. ഓക്കെ, 50, 72,
15 ഇൻറ്റു 9 135. ഓക്കെ, ഇതിൽ നമുക്കിനി എന്താ വേണ്ടത്? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? എ ഷെയർ ഇൻ പ്രോഫിറ്റ് ഈസ് 2500. ഓക്കെ, എയുടെ ഷെയർ ഓഫ്, അപ്പം ഈ 50:72:135 എന്ന് പറയുന്നതായിരിക്കും അവരുടെ എന്തിന്റെ റേഷ്യോ? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അല്ലേ? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ക്യാപിറ്റൽ ഇൻറ്റു ടൈം എന്ന് പറയുന്നതാണല്ലോ പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുമ്പോൾ 50:72:135 ആണ്. അതിൽ 50 എന്ന് പറഞ്ഞാൽ എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട് മക്കളെ? 2500. സോ 50 എന്ന് പറയുന്നത് എത്രയാണ്? 2500 ആണ്. ഓക്കെ, അപ്പോൾ 1 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 50 ഭാഗം എന്ന് പറയുന്നത് 2500 ആണെങ്കിൽ 1 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 2500 ഡിവൈഡഡ് ബൈ 50 എത്ര കിട്ടും മക്കളെ? 50 എന്ന് തന്നെ കിട്ടത്തില്ലേ? സോ 1 എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണ്. കണ്ടുപിടിക്കേണ്ടത് എന്താ? ടോട്ടൽ പ്രോഫിറ്റ്. ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ദാ ഈ റേഷ്യോയിലല്ലയോടാ പ്രോഫിറ്റ് വീതം വെച്ച് കൊടുക്കുന്നത്. ഏത് റേഷ്യോ? 50:72:135. ആ റേഷ്യോയിലാണല്ലോ പ്രോഫിറ്റ് വീതം വെച്ച് കൊടുക്കുന്നത്. അതെ, അതിൽ 50 എന്ന് പറഞ്ഞപ്പോൾ നമുക്കിപ്പോൾ കിട്ടി 2500 ആണ്. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ 50 ആണ് കിട്ടി. അപ്പോൾ ഈ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതിയല്ലോ. അതായത് 50, 72, 135 എത്ര ആയിരിക്കും? 7, 3, 10, 15, 257 എന്ന് കിട്ടും അല്ലേ? 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 1 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 50 കിട്ടി. അപ്പോൾ 257 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 50 ഇൻറ്റു 257 എത്ര കിട്ടും? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 12,850 എന്ന് കിട്ടും. സോ ആൻസർ എത്ര? 12,850. ശരിയാണോ? യെസ്, 12,850 ആൻസർ ശരിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. 10:16 ആണെങ്കിൽ 30 what? അതായത് 10:16 പ്രൊപ്പോർഷണൽ ടു 30:y. പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോന്റെ കണ്ടിന്യൂവേഷൻ ആണ്. അതായത് 10:16 അവിടെ 10:16 ആയപ്പോൾ എന്ത് സംഭവിച്ചോ അതേ മാറ്റം തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഇപ്പൊ 10:16 ആയപ്പോൾ എന്ത് സംഭവിച്ചു? വളരെ സിമ്പിൾ ആണ്. 1.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ 30 ഇൻറ്റു 1.6 എത്ര കിട്ടും? 16 ഇൻറ്റു 3 48 അല്ലേ? 1.6നെ അല്ലെ പോയിന്റ് അങ്ങ് മാറ്റുക, മൾട്ടിപ്ലൈ ചെയ്യുക. 16 ഇൻറ്റു 3 എത്ര കിട്ടും നമുക്ക്? 48. അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 30നെ നിങ്ങൾ 1.6 കൊണ്ട് ഗുണിച്ച് നോക്കിയാലും മതി. നിങ്ങൾക്ക് എത്ര കിട്ടും? 48. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. വെരി സിമ്പിൾ. ശരിയാണോ? യെസ്. സോ അടുത്ത ചോദ്യം അതിനേക്കാൾ സിമ്പിൾ ആണ്. ദ ഏരിയ ഓഫ് എ സർക്കിൾ ഹാവിംഗ് റേഡിയസ് 7 സെന്റിമീറ്റർ is. ഒരു സർക്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? πr² ആയിരിക്കും. ആൻഡ് പൈയുടെ വാല്യൂ നമ്മൾ എപ്പോഴും എന്തായിട്ട് എടുക്കുക? 22/7 ആയിട്ട് എടുക്കുക. 3.14 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെസിമൽ ഒക്കെ ആയിട്ട് വരും. ഓപ്ഷനിൽ ഡെസിമൽ ഇല്ലാത്ത സ്ഥിതിക്ക് എപ്പോഴും പൈയുടെ വാല്യൂ എന്തായിട്ട് തന്നെ എടുക്കുക? നിങ്ങൾ 22/7 ആയിട്ട് തന്നെ എടുക്കുക. അപ്പോൾ പൈ എന്ന് പറയുമ്പോൾ എനിക്ക് എത്ര എഴുതാം മക്കളെ? 22/7 ഇൻറ്റു r². റേഡിയസ് എത്ര? 7 ഇൻറ്റു 7 അല്ലെങ്കിൽ നിങ്ങൾക്ക് 49 എന്ന് എഴുതാം. ഞാനിപ്പം r², r എന്ന് പറയുന്നത് 7 ആണല്ലോ. സോ റേഡിയസ് ഈസ് ഈക്വൽ ടു 7. സോ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ 7ഉം 7ഉം കട്ട് ചെയ്ത് പോകുന്നു. സോ 22 ഇൻറ്റു 7 7 ഇൻറ്റു 2 14 7 ഇൻറ്റു 2 14 1 15 എത്ര കിട്ടുന്നു നമുക്ക്? 154 സെന്റിമീറ്റർ സ്ക്വയർ. യെസ്, ആൻസറിലുണ്ടോ? ഉണ്ട്. 154 സെന്റിമീറ്റർ സ്ക്വയർ. യെസ്. സോ 154 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടുന്നു. ഓപ്ഷൻ ബി. യെസ്. സോ അടുത്ത ചോദ്യം. A piece of job is completed by A and B together in 5 days. Okay. So Aക്കും Bക്കും കൂടി 5 ദിവസം വേണം. If A works alone for 6 days. A ഒറ്റയ്ക്ക് എത്ര ദിവസം ജോലി ചെയ്തെന്നാ പറയുന്നത്? 6 ദിവസം ജോലി ചെയ്തു. A ഒറ്റയ്ക്ക് 6 ദിവസം ജോലി ചെയ്തു. And leaves after completing 3/4 of the work. 4/3 ഭാഗം ജോലി ചെയ്ത് 6 ദിവസം കൊണ്ട് ചെയ്തിട്ട് A പോകുന്നു. And remaining work is done by B alone. In how much time the total work gets completed? Okay. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ വിചാരിക്കുന്നത് എന്തോ ഭയങ്കര സംഭവമാണെന്ന്. മക്കളെ, നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്തോടാ? എയ്ക്കും ബിക്കും കൂടി 5 ദിവസം മതി. സോ എയ്ക്കും ബിക്കും കൂടി 5 ദിവസം മതി. എന്തിനാ? ആ മൊത്തം ജോലി ചെയ്യാനായിട്ട്. എ ഒറ്റയ്ക്ക് 6 ദിവസം കൊണ്ട് ചെയ്തു 3/4 വർക്ക്. അതായത് 4/3 ജോലി ചെയ്യാൻ, 3/4 വർക്ക് ചെയ്യാൻ എത്ര ദിവസം വേണ്ടി വന്നു? എയ്ക്ക് 6 ദിവസം വേണ്ടി വന്നു. അപ്പം മൊത്തം ജോലി ചെയ്യാൻ എത്ര ആയിരിക്കും?
ടോട്ടൽ വർക്ക് 1 ആയിട്ട് എടുത്തു വിചാരിച്ചു. ടോട്ടൽ വർക്ക് 1 ആണെന്ന് വിചാരിക്കുക. ആകെ ചെയ്യേണ്ടത് 1 ആണെന്ന് വിചാരിക്കുക. അതിൽ 3/4 ചെയ്തു. 1 × 3/4. 3/4 6 ദിവസം കൊടുത്തു. അപ്പോൾ മൊത്തം വർക്ക് 1 എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? ഈ 6നെ ഈ 3/4 കൊണ്ട് നമ്മൾ ഹരിക്കും അല്ലേ? 3/4 6 ആണെങ്കിൽ 1 എത്ര? 6നെ 3/4 കൊണ്ട് ഹരിക്കും എന്ന് പറയുമ്പോൾ 4/3 കൊണ്ട് ഗുണിക്കും. അപ്പോൾ എത്ര കിട്ടും? 8 എന്ന് കിട്ടും. 8 എന്ന് കിട്ടും. അപ്പോൾ എക്ക് ഈ ജോലി ചെയ്യാനായിട്ട് എത്ര ദിവസം വേണം? 8 ദിവസം വേണം. അപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം എന്തുവാ? എ ഒറ്റയ്ക്കാണെങ്കിൽ മൊത്തം ജോലിക്ക് 8 ദിവസം. എയും ബിയും കൂടെ ആണെങ്കിൽ മൊത്തം ജോലിക്ക് എത്ര ദിവസം? 5 ദിവസം. അപ്പോൾ ഇത് രണ്ടും വെച്ചുകൊണ്ട് നിങ്ങൾ ഈ ടൈം ആൻഡ് വർക്കിൻ്റെ ഒരു ബേസ് ഒന്നും നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് നിർത്തുക. നിങ്ങൾ പോയിട്ട് ടൈം ആൻഡ് വർക്ക് കാണുക. നമ്മുടെ ക്ലാസ്സിൽ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ടൈം ആൻഡ് വർക്കിൻ്റെ വളരെ വിശദമായിട്ട് അതിൻ്റെ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണുക. എങ്കിലേ ഇനിയും ഞാൻ പറയുന്നത് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയും ഞാൻ പറയുന്നത് ടൈം ആൻഡ് വർക്കിൻ്റെ ബേസ് അറിയാവുന്നവർക്കേ മനസ്സിലാവത്തുള്ളൂ. സോ നിങ്ങൾക്കത് അറിയത്തില്ല എങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് പഠിക്കാം. ഒരു മണിക്കൂർ നിങ്ങൾ ചിലവാക്കിയാൽ മതി. നമ്മുടെ ചാനലിൽ ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ. നമ്മുടെ ചാനലിൽ ചെല്ലുമ്പോൾ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷനിൽ QA ഫുൾ ടോപ്പിക്സ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അതിനകത്തിൽ ടൈം ആൻഡ് വർക്കിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കുക കേട്ടോ. ആ പ്ലേലിസ്റ്റ് മുഴുവൻ കാണാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. കാരണം അതിൽ നിങ്ങളുടെ ബേസ് ക്ലിയർ ആക്കുന്ന ഫുൾ പാക്കേജ് അതിനകത്തിലുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ അതിനകത്തിലും ആ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇനി ഇവിടുന്ന് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കുക. ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും തന്നിരിക്കുന്ന സമയത്തിൻ്റെ LCM ആയിരിക്കും. ഇനി എന്തുകൊണ്ടാണ് LCM എടുക്കുന്നതെന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ ആ വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ 8ൻ്റെ 5ൻ്റെ LCM എത്ര കിട്ടും? 40. അപ്പോൾ ഇത് ഇവരുടെ ടൈമാണ്. ഇനി എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? എഫിഷ്യൻസി ടൈം ആൻഡ് വർക്കിൽ 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. വർക്ക് എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി ഇൻറ്റു ടൈമാണ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വർക്ക് ഡിവൈഡഡ് ബൈ ടൈമാണ്. ടൈം എന്ന് പറഞ്ഞാൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ആണ്. സോ വർക്ക് എഫിഷ്യൻസി ഇൻറ്റു ടൈം, എഫിഷ്യൻസി വർക്ക് ഡിവൈഡഡ് ബൈ ടൈം, ടൈം വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. ഈ 3 കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ഇത് എന്തൊക്കെയാണ്, ഇത് എങ്ങനെയൊക്കെയാണ് ഇക്വേഷൻ വന്നതെന്നൊക്കെ ഞാൻ അവിടെ പറയുന്നുണ്ട്, കണ്ടു നോക്കുക. അപ്പോൾ എഫിഷ്യൻസി എത്ര ആയിരിക്കും? വർക്ക് 40, ടൈം 8, എഫിഷ്യൻസി എത്ര? 5. എങ്ങനെ കിട്ടി? 40/8 5. ഇനി എയുടെയും ബിയുടെയും കൂടെ എഫിഷ്യൻസി എത്ര? ടൈം എത്ര? 5. അപ്പോൾ എഫിഷ്യൻസി എത്ര ആയിരിക്കും? 40/5 8. ശരിയല്ലേ? അതെ. അപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കേ, എയുടെ മാത്രം എഫിഷ്യൻസി 5ഉം എയുടെയും ബിയുടെയും കൂടെ എഫിഷ്യൻസി 8ഉമാണെങ്കിൽ ബിയുടെ മാത്രം എഫിഷ്യൻസി എത്ര ആയിരിക്കും? എയുടെ 5ആണെന്നറിയാം. അപ്പോൾ ഈ 8-നകത്തിൽ എയുടെ എഫിഷ്യൻസി ഉണ്ട്. സോ 5 പ്ലസ് അല്ലെങ്കിൽ എയുടെ എഫിഷ്യൻസി 5. എയുടെ കയ്യിൽ 5 രൂപയുണ്ട്, എയുടെയും ബിയുടെയും കയ്യിൽ 8 രൂപയുണ്ട്. അപ്പോൾ ബിയുടെ കയ്യിലുള്ള എത്ര ആയിരിക്കും? 5 കഴിഞ്ഞ് ബാക്കി എക്സ്ട്രാ വരുന്നുണ്ട്. സോ ഇത് തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ മതിയല്ലോ. വ്യത്യാസം എടുക്കുക എന്ന് പറയുമ്പോൾ 8 - 5 എത്ര കിട്ടും? 3. അപ്പോൾ എയുടെ എഫിഷ്യൻസി 5 എന്നും ബിയുടെ എഫിഷ്യൻസി 3 എന്നും നമുക്ക് കിട്ടി. എയുടെ എഫിഷ്യൻസി 5, ബിയുടെ എഫിഷ്യൻസി 3. സോ എയുടെ എഫിഷ്യൻസി 5, ബിയുടെ എഫിഷ്യൻസി 3. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ വർക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത് 3/4 വർക്ക് ചെയ്തു. അതായത് എത്ര ദിവസം? 6 ദിവസം എ ജോലി ചെയ്തു. അപ്പോൾ ഞാൻ വേറൊരു കളർ എടുക്കാവേ. എ കംപ്ലീറ്റ് ചെയ്ത വർക്ക് എത്ര? എ കംപ്ലീറ്റ് ചെയ്ത വർക്ക് എത്ര? എയുടെ എഫിഷ്യൻസി എത്ര? 5 എഫിഷ്യൻസി. ഈ 5 എഫിഷ്യൻസി ഉള്ള എ എത്ര ദിവസം ജോലി ചെയ്തു? 6 ദിവസം ജോലി ചെയ്തു. അപ്പോൾ എത്ര വർക്ക് കംപ്ലീറ്റ് ആയി? 30 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ആയി. സോ എ ചെയ്ത വർക്ക് 5 എഫിഷ്യൻസി ഇൻറ്റു 6 ദിവസം 30 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി ചെയ്യാനുള്ള വർക്ക് എത്ര? ബാലൻസ്ഡ് വർക്ക് എത്ര? ആകെ എത്ര? ടോട്ടൽ വർക്ക് എത്ര മക്കളെ? 40. ആ 40-ൽ എത്ര ചെയ്തു? 30 ചെയ്തു. 3/4 ചെയ്തു. ബാക്കി എത്ര? ഇനി ബാക്കി എത്ര ഉള്ളേ? 10 അല്ലേ? ഈ 10 ചെയ്യാനായിട്ട് ഇനി ആരാ ഉള്ളേ? ഈ 10 ഇനി ചെയ്യാനായിട്ടുള്ള ആരാ ഉള്ളേ? ബി ഒറ്റയ്ക്കാ ഉള്ളേ. അപ്പോൾ ബിക്ക് അതിന് വേണ്ട ടൈം എത്ര ആയിരിക്കും? ടൈം ഈസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. ബിക്ക് ചെയ്യാനുള്ള വർക്ക് എത്ര? 10. ബിയുടെ എഫിഷ്യൻസി എത്ര? എയുടെ എഫിഷ്യൻസി 5 എന്നും ബിയുടെ എഫിഷ്യൻസി 3 എന്നും നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ? ഉണ്ട്. ബിയുടെ എഫിഷ്യൻസി എത്ര?
3. അപ്പോൾ എയുടെ സമയം, അപ്പം നമുക്ക് ചോദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? എന്താ നമുക്ക് ടോട്ടൽ ടൈമാ. വേറെ കളർ എടുക്കാം. ടോട്ടൽ ടൈമാ കണ്ടുപിടിക്കേണ്ടത്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ ടൈമാ കണ്ടുപിടിക്കേണ്ടത്. അതിൽ എന്ന് പറഞ്ഞപ്പോൾ എയും ബിയും കൂടെ ആകെ എത്ര സമയം കൊണ്ട് ഈ ജോലി ചെയ്തു? ഹൗ മച്ച് ടൈം ടോട്ടൽ വർക്ക് ഗെറ്റ് കംപ്ലീറ്റഡ്? മൊത്തം ജോലി ചെയ്ത് തീർക്കാൻ എത്ര സമയം എടുത്തു എയ്ക്കും ബിക്കും എല്ലാം കൂടെ? അതിൽ എയുടെ സമയം നമുക്കറിയാം, ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. എത്ര? എയുടെ സമയം എത്ര? എ 6 ദിവസം ജോലി ചെയ്തെന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എയുടെ സമയം 6 പ്ലസ് ബിയുടെ സമയം എത്ര? ഇതാ ഇവിടെ കിടക്കുന്നു 10/3. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടിയാൽ മതി 10/3 അല്ലേ? യെസ്. സോ ഇതിനെ ഒരു 1 ആയിട്ട് എടുക്കുക. 3 × 1 3, 6 × 3 18 പ്ലസ് 10 എത്ര കിട്ടും? 28/3 എന്ന് കിട്ടും. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ 28/3. ശരിയാണോ? യെസ്, 28/3. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ടൈം ആൻഡ് വർക്കിന്റെ ബേസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, വർക്ക് എന്താണ്, എഫിഷ്യൻസി എന്താണ്, ടൈം എന്താണ്, ഈ 3 കാര്യങ്ങൾ അറിയാമെങ്കിൽ, പിന്നെ അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവാത്തവർ ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കുക. ടൈം ആൻഡ് വർക്കിന്റെ ബേസ് കിട്ടിയിട്ടില്ലാത്തവർ അത് കാണണേ. അത് കാണാതിരുന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ഭയങ്കര ടഫാണെന്ന് നിങ്ങൾ ഒരിക്കലും പറയല്ലേ. നിങ്ങൾ മനസ്സിലാക്കാതെ ക്വസ്റ്റ്യൻ ടഫാന്ന് പറയല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കുക, ടൈം ആൻഡ് വർക്ക് പഠിക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരിക്കലും ടഫല്ല, വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ എ മിക്സ്ചർ ഇൻ ദ റേഷ്യോ 7:5. സോ മിൽക്കും ഉണ്ട് വാട്ടറും ഉണ്ട്. റേഷ്യോ എത്ര? 7:5. വെൻ 15 liters ഓഫ് വാട്ടർ ആഡഡ്, അതായത് ഇതിനകത്തിലോട്ട് നമ്മൾ 15 ലിറ്റർ വെള്ളം ഒഴിച്ചു. പാലൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ പാല് ഒന്നും ഒഴിക്കുന്നില്ല, 0 ലിറ്റർ. വെള്ളം എത്ര ഒഴിക്കുന്നത്? 15 ലിറ്റർ അല്ലേ? വെൻ 15 liters ഓഫ് വാട്ടർ ആർ ആഡഡ് ടു ഇറ്റ്, ദ റേഷ്യോ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ ദ ന്യൂ മിക്സർ ബിക്കം 7:8. ഇപ്പൊ പാലിന് ഒരു ചേഞ്ചും വന്നിട്ടില്ല, 7 തന്നെയാണ്. പക്ഷെ വാട്ടർ 5 എന്നുള്ളത് 8 ആയിട്ട് മാറി. എത്ര കൂടി? ഇങ്ങോട്ട് ഒന്നും കൂടിയിട്ടില്ല, പക്ഷെ ഇങ്ങോട്ട് എത്ര കൂടി? 3 കൂടി. ആ 3 കൂടിയതിന്റെ കാരണം എന്താ? ഈ 15 ഒഴിച്ചത് കൊണ്ടാണ്. അപ്പൊ 3 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും മക്കളെ? 15 ആയിരിക്കും. അപ്പൊ 1 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 15/3 5 ആയിരിക്കും അല്ലെ? 1 എത്ര ആയിരിക്കും? 5 ആയിരിക്കും. ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ ദ ന്യൂ മിക്സ്ചർ. പുതിയ മിക്സ്ചറിലെ വാട്ടറിന്റെ അളവ് ഇതാണല്ലോ പുതിയ മിക്സ്ചർ. പുതിയ മിക്സ്ചറിലെ വാട്ടറിന്റെ അളവ് 8 അല്ലേ? 1 എന്ന് പറയുന്നത് 5 അല്ലേ? അപ്പൊ 8 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 40 ലിറ്റർ. 40 ലിറ്റേഴ്സ് ഉണ്ടോ? 40 ലിറ്റേഴ്സ് ശരിയാണോ? യെസ്, 40 ലിറ്റർ. അടുത്ത ചോദ്യം. ഇൻ എ കമ്പനി 60% ഓഫ് ദി എംപ്ലോയീസ് ആർ മെയിൽസ്. ഒരു കമ്പനിയിൽ 60% എംപ്ലോയീസും പുരുഷന്മാരാണ്. അപ്പൊ കമ്പനിയിലെ ടോട്ടൽ 100% ആയിട്ട് ഞാൻ എടുത്തു. അതിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ടല്ലോ. ഓക്കെ, അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ എ കമ്പനി 60% ഓഫ് എംപ്ലോയീസ് ആർ മെയിൽസ്. അപ്പോൾ മെയിൽസ് 60% ആണ്. അപ്പോൾ ഫീമെയിൽസ് എത്ര ആയിരിക്കും? 40% ആയിരിക്കും. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ആൻഡ് റെസ്റ്റ് ആർ ഫീമെയിൽസ്. ഇഫ് 60% ഓഫ് ദ മെയിൽസ് ആർ മാരീഡ്. ഈ പുരുഷന്മാരിൽ തന്നെ വീണ്ടും 2 കാറ്റഗറി ഉണ്ട്, മാരീഡും അൺമാരീഡും. അതിൽ മാരീഡ് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 60% ഓഫ് മെയിൽസ് ആർ മാരീഡ്. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താ? 40% അൺമാരീഡ് ആണെന്നാണ്. ഓക്കെ, വീണ്ടും പറഞ്ഞിരിക്കുന്നു, ഇതുപോലെ സ്ത്രീകളിലും പറഞ്ഞിട്ടുണ്ട്. എന്താണ്? 60% ഓഫ് ദ മെയിൽസ് ആർ മാരീഡ് വൈൽ 40% ഓഫ് ഫീമെയിൽസ് ആർ അൺമാരീഡ്. അപ്പോൾ ഇവിടെയും മാരീഡും ഉണ്ട് അൺമാരീഡും ഉണ്ട്. 40% ഓഫ് ഫീമെയിൽസ് ആർ അൺമാരീഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇവിടെ മാരീഡിൽ കൊണ്ട് എഴുതരുത്, അൺമാരീഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര? 40% അൺമാരീഡ്. അപ്പോൾ 60% മാരീഡ് ആണ്. 60. അപ്പോൾ ഇതാണ് നമ്മുടെ മനസ്സ്. ഇത് നിങ്ങൾക്ക് മനസ്സിൽ വേണമെങ്കിൽ ഈ ഡയഗ്രാം കൊണ്ടുവരാം, ഇങ്ങനെ എഴുതണമെന്നൊന്നുമില്ല. ഇനി നമ്മുടെ ചോദ്യം എന്താണ്? ഇഫ് ദ നമ്പർ ഓഫ് മാരീഡ് എംപ്ലോയീസ് ഇൻ ദ കമ്പനി, വേറെ കളർ എടുക്കാം. നമ്പർ ഓഫ് മാരീഡ് എംപ്ലോയീസ് ഇൻ ദ കമ്പനി ആർ 120. മാരീഡ് എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ മെയിൽ മാരീഡും കാണും, ഫീമെയിൽ മാരീഡും കാണും എന്ന് ഓർക്കണം കേട്ടോ. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാം. എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കാം. അത് 120 ആണെന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പെർസെൻറ്റേജുമായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ടില്ലെങ്കിലേ കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം പുരുഷന്മാരിൽ എത്ര ശതമാനം മാരീഡ് ആണെന്ന് നോക്കാം. പുരുഷന്മാരുടെ ടോട്ടൽ കമ്പനിയിൽ മാരീഡ് ആയിട്ടുള്ള ആളുകളുടെ പുരുഷന്മാരിൽ
60% മാരീഡ് ആണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് എണ്ണം എങ്ങനെ വരുമെന്ന് നോക്കിയാൽ ഇപ്പോൾ നോക്കിക്കോ, നമുക്ക് ഇവിടെ ടോട്ടൽ 100 ആണല്ലോ. ഓക്കെ, അപ്പോൾ 100ന്റെ 60% പുരുഷന്മാരാണ്. ആ 60%ൽ 60% മാരീഡ് ആണ്. 100ന്റെ 60% പുരുഷന്മാരാണ്, അതിൻ്റെ 60% മാരീഡ് ആണ്. ഓക്കെ, ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇത് കട്ട് ചെയ്ത് പോകുന്നു, ഈ 2 0 കട്ട് ചെയ്ത് പോകുന്നു. എത്ര കിട്ടും? 36%. അതായത് ടോട്ടൽ പോപ്പുലേഷൻ്റെ ടോട്ടൽ എംപ്ലോയീസിൻ്റെ 36% പുരുഷന്മാരിൽ നിന്ന് മാരീഡ് ആണ്. ഇനി സ്ത്രീകളിൽ നിന്ന് എത്ര നമുക്ക് നോക്കാം. അത് ആദ്യം എത്രയാണ്? ടോട്ടലിൻ്റെ 40% ഫീമെയിലാണ്. സോ 100 × 40%. അതിൻ്റെ 60% ആണ് മാരീഡ് ആയിട്ടുള്ളത്. അപ്പം 40% ഫീമെയിൽ, അതിൻ്റെ 60%. അതെത്ര കിട്ടും നമുക്ക്? അതെത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ 24 കിട്ടും. 24%. അപ്പം ഈ 36%വും ഈ 24%വും കൂടെ കൂട്ടുക. 36%വും 24%വും കൂടെ കൂട്ടിയാൽ കമ്പനിയിൽ ആകെ വിവാഹം കഴിച്ചിട്ടുള്ള എത്ര പേരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 60% പേര് മാരീഡാണ്. ആ 60% പേരാണ് കമ്പനിയിലെ ടോട്ടൽ പോപ്പുലേഷൻ്റെ, കമ്പനിയിലെ ടോട്ടൽ എംപ്ലോയീസിൻ്റെ 60% എന്ന് പറയുന്നത് 120 ആണെന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. മാരീഡ് 120 ആണ്. അപ്പോൾ 60% 120. അപ്പോൾ 1% എത്ര മക്കളെ? 2. 1% 2 ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താ? ടോട്ടൽ എംപ്ലോയീസ് ഇൻ ദ കമ്പനി. ടോട്ടൽ എംപ്ലോയീസ് എത്ര? 200. 1% 2 ആണ്. 100% എത്ര ആണ്? 200 ആണ്. 200 ആണ്. ഓക്കെ, യെസ്, ശരിയാണോ? യെസ്, 200. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഏജ് ഓഫ് ഫാദർ, മദർ ആൻഡ് സൺ. ഫാദർ, മദർ ആൻഡ് സൺ എത്ര? 7:4:1. സം ഓഫ് ദിയർ ഏജസ് ഈസ് 84. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ ഇതിന്റെ ഓരോരുത്തരുടെയും വയസ്സ് ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാം. ഏജ് ഓഫ് മദർ ഇസ് അപ്രോക്സിമേറ്റ്ലി വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഏജ് ഓഫ് ഫാദർ. അപ്പോൾ ഇവിടെ പെർസെൻറ്റേജാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ റിയൽ വാല്യൂ എടുക്കണമെന്നില്ല, റേഷ്യോ വെച്ച് ചെയ്താലും മതി മക്കളെ. പെർസെൻറ്റേജ് ആണ്, റേഷ്യോ തന്നിട്ട് പെർസെൻറ്റേജ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ റിയൽ വാല്യൂ എടുക്കേണ്ട ആവശ്യമില്ല. ആ റേഷ്യോ വെച്ച് തന്നെ ചെയ്താൽ മതി. ആ റേഷ്യോ വെച്ച് തന്നെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എങ്ങനെ ആയിരിക്കും? ഇവിടെ എങ്ങനെ ആയിരിക്കും? ചോദ്യം എന്താ? ഏജ് ഓഫ് മദർ is approximately what percentage of age of father. So with respect to father, അച്ഛൻ്റെ വയസ്സിൻ്റെ എത്ര ശതമാനമാണ് അമ്മയുടെ വയസ്സെന്ന് ചോദിക്കുന്നത്. സോ ഏജ് ഓഫ് മദർ approximately what percentage of age of father. So mother with respect to father into 100. So 4 divided by 7 into 100. So 400 divided by 7. എത്ര കിട്ടും നമുക്ക്? 7 5 35. സോ 50 സംതിങ് വരുന്നത്. യെസ്, ഇവിടെ കിടപ്പുണ്ടല്ലോ. സോ 50 അപ്രോക്സിമേറ്റ്ലി ആണ്. അപ്രോക്സിമേറ്റ്ലി 57% നമുക്ക് കിട്ടും. കാരണം 40 7 കൊണ്ട് ഹരിക്കുമ്പോൾ 7 5 35. സോ 50 സംതിങ് ആയിരിക്കും. 50 സംതിങ് വരുന്ന ഒറ്റ ആൻസറേ ഉള്ളൂ. സോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. 57% ആയിരിക്കും. യെസ്, 57 പോയിന്റ് സംതിങ്. കറക്റ്റ് 57 അല്ല, 57 പോയിന്റ് സംതിങ് എന്തൊക്കെയോ വരും. പക്ഷേ ഇവിടെ വേറെ കൺഫ്യൂസിങ് ഓപ്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും അത് 57% ആണെന്ന്. ഓക്കെ, യെസ്. സോ അടുത്ത ചോദ്യം. If the speed of the boat downstream 60 km/h and speed of the boat upstream 40 km/h, then find the time taken by boat to travel 120 km in still water. മക്കളെ, ബോട്ട്സ് ആൻഡ് സ്ട്രീംസിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കുക. ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. അല്ലെങ്കിൽ ഈ ചോദ്യത്തിന് വേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നോക്കിക്കോണേ. ബോട്ട്സ് ആൻഡ് സ്ട്രീംസ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് 2 കാര്യങ്ങൾ അങ്ങ് പഠിച്ചോണം. ഇവന്മാരുടെ ക്ലീഷേ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം, അല്ലെങ്കിൽ നമുക്ക് ഈ 2 സാധനങ്ങൾ തരും. എന്തൊക്കെയാ? ഡൗൺ സ്ട്രീം സ്പീഡും അപ് സ്ട്രീം സ്പീഡും. ഡൗൺ സ്ട്രീം സ്പീഡ് എത്ര? ഇവിടെ 60 km/h. അപ് സ്ട്രീം സ്പീഡ് എത്ര? 40 km/h. ഈ ഡൗൺ സ്ട്രീമും അപ് സ്ട്രീമും തന്നിട്ട് നമ്മളോട് ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം ബോട്ടിൻ്റെ സ്പീഡ് ഓഫ് എ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. സ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഒഴുക്കില്ലാത്ത വെള്ളം. അതായത് ബോട്ടിൻ്റെ സ്പീഡ് മാത്രമാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡൗൺ സ്ട്രീം പ്ലസ് അപ് സ്ട്രീം ഡിവൈഡഡ് ബൈ 2. ഇനി രണ്ടാമത്തെ ചോദ്യം സ്പീഡ് ഓഫ് ദ സ്ട്രീം എന്ന് പറയുമ്പോൾ ഒഴുക്കിൻ്റെ വേഗത, അല്ലെങ്കിൽ ആ വാട്ടറിൻ്റെ സ്പീഡ് എത്ര, സ്ട്രീമിൻ്റെ സ്പീഡ്, അരുവിയുടെ സ്പീഡ്, ഒഴുക്കിൻ്റെ സ്പീഡ്, വെള്ളത്തിൻ്റെ സ്പീഡ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഡൗൺ സ്ട്രീം മൈനസ് അപ് സ്ട്രീം ഡിവൈഡഡ് ബൈ 2. അപ്പം ഡൗൺ സ്ട്രീമും അപ് സ്ട്രീമും കൂട്ടിയിട്ട് പകുതി കണ്ടാൽ ബോട്ടിൻ്റെ സ്പീഡും കുറച്ചിട്ട് പകുതി കണ്ടാൽ സ്ട്രീമിൻ്റെ സ്പീഡ്.
അപ്പോൾ നമുക്കിവിടെ ബോട്ടിൻ്റെ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 60 + 40 ഡിവൈഡഡ് ബൈ 2, സോ 50 km/h. ബോട്ടിൻ്റെ സ്പീഡ് 50 km/h. നമുക്ക് പോകേണ്ട ഡിസ്റ്റൻസ് എത്ര? 120 km. സ്പീഡ് എത്ര? 50 km/h. ടൈം അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എത്ര മക്കളെ? 120. സ്പീഡ് എത്ര? 50. നമ്മളിത് കട്ട് ചെയ്ത് കൊണ്ട് 12/5 2 പ്രാവശ്യം ആകുമ്പോൾ 10 ആയി. പിന്നെ 2/5. 2/5 നമുക്ക് 2നെ 5 കൊണ്ട് ഹരിച്ച് നമുക്ക് 0.4 എന്ന് കിട്ടും. സോ 2.4 hours എന്ന് കിട്ടും ആൻസർ. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. 2.5 എടുക്കരുത് കേട്ടോ. 2.4 hours ആണ് ആൻസർ. ഓക്കെ, സോ 2.4 hours. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കണേ. തെറ്റിക്കാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. സാധാരണ നമ്മൾ എങ്ങനെ ചെയ്യുമെന്നറിയോ? എ മാൻ ബൈസ് എ TV ആൻഡ് പേസ് ₹8,000 ഇൻ ക്യാഷ് ആൻഡ് 9,600 അറ്റ് 5-year ക്രെഡിറ്റ് അറ്റ് 4% per annum. അപ്പോൾ 9,600 രൂപ 5 വർഷത്തേക്ക് നമുക്ക് ലോൺ കിട്ടിയെന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും? 9,600 രൂപയ്ക്ക് 4% പലിശ വെച്ച് 5 വർഷത്തേക്കുള്ള പലിശ കണ്ടുപിടിച്ച് അതിൻ്റെ കൂടെ കൂട്ടി എഴുതും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഈ 96 × 20. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,920 രൂപ പലിശ. അത് നമ്മൾ ഈ 9,600ൻ്റെ കൂടെ കൂട്ടും. എന്നിട്ട് നമ്മൾ 0, 2, 6, 15, 1,520 എന്ന് എഴുതും. 11,520 രൂപ. അതിൻ്റെ കൂടെ നമ്മൾ ഈ 8,000 കൂടെ കൂട്ടും. കാരണം ആകെ എത്ര രൂപ TV ആയെന്നാണല്ലോ ചോദ്യം. അപ്പോൾ 2, 5, 8, 1, 9, 1. കണ്ടോ? 19,520 കറക്റ്റ് അത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മാർക്ക് ചെയ്യുകയും ചെയ്യും. ഉത്തരം തെറ്റിപ്പോവും. കാരണം ഉത്തരം 16,000 ആയതിൻ്റെ. അല്ലെങ്കിൽ നോക്കിക്കൂ, യെസ്, എന്താണ് സംഭവിച്ചത്? അല്ലെങ്കിൽ എന്താണ് കാരണം? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ചോദ്യത്തിനല്ല നമ്മൾ ഉത്തരം കൊടുത്തത്. അതാണ് പ്രശ്നം. A man buys a TV and pays 8,000 cash and 9,600 at 5-year credit at 4% per annum simple interest. ഈ 9,600 രൂപ നമുക്ക് ലോണായിട്ട് നമ്മൾ അടയ്ക്കേണ്ടതാണ്. 5 കൊല്ലം കൊണ്ട് നമ്മൾ അടയ്ക്കേണ്ടതാണ്. അല്ലെ, 5 കൊല്ലം കൊണ്ട് നമ്മൾ 9,600 രൂപ അടയ്ക്കണം. അപ്പൊ TVയുടെ വില അല്ല ഇത്. TVയുടെ വില പ്ലസ് പലിശയാണ് ഈ 9,600. 8,000 കാശ് കൊടുത്തു. ബാക്കി എത്രയോ തുകയ്ക്ക് മുതലും പലിശയും കൂടാണ്. സോ 8,000 ഇങ്ങനെയാണ് TVയുടെ വില എന്ന് പറയുമ്പോൾ 8,000 പ്ലസ് പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ്. ഈ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് ആണ് 9,600 എന്ന് എൻ്റെ മക്കൾ ഓർത്താൽ മതി. അപ്പോൾ 9,600 രൂപ മുതലും പലിശയും കൂടാണ്. ഇങ്ങോട്ട് നോക്കിക്കേ, വളരെ എളുപ്പമാണ്. 4% പലിശ, 4% സിമ്പിൾ ഇൻട്രസ്റ്റ് 5 വർഷത്തേക്ക്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്, എല്ലാ വർഷവും 4%. അപ്പൊ 5 വർഷത്തേക്ക് എത്ര ശതമാനം പലിശ? 20% പലിശ കൊടുക്കണം. ആണല്ലോ? അതെ. പ്രിൻസിപ്പൽ എമൗണ്ട് 100 ആണെങ്കിൽ ഇൻട്രസ്റ്റ് എത്ര ആയിരിക്കും എന്നാണ്? 20 ആയിരിക്കും എന്നല്ലോ അതിന്റെ അർത്ഥം. അപ്പം മുതലും പലിശയും കൂടെ ആകെ നിങ്ങൾ എത്ര അടയ്ക്കണം? 120% അടയ്ക്കണം. ശരിയാണോ മക്കളെ? അതെ. അങ്ങനെ 120% മുതലും പലിശയും കൂടെ അടയ്ക്കേണ്ടതാണ് ഈ 9,600. അപ്പോൾ 120% എന്ന് പറയുന്നതായിരിക്കും 9,600. പ്രിൻസിപ്പൽ എമൗണ്ട് TVയുടെ വില കണ്ടുപിടിക്കണമെങ്കിൽ ഈ കൊടുത്ത 8,000 പ്ലസ് ഇവിടുത്തെ പ്രിൻസിപ്പലൂടെ കൂട്ടണ്ടായോ? വേണം. അപ്പോൾ 100% എത്രയാണെന്ന് ചിന്തിച്ചാൽ നമ്മുടെ മുതൽ കിട്ടും. 9,600 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100. കാരണം 1% കാണാനാണ് 120 കൊണ്ട് ഹരിച്ചത്. 100% കിട്ടാനാണ് 100 കൊണ്ട് ഗുണിച്ചത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 12, 8, 96, 8,000 രൂപയെന്ന് കിട്ടും. അപ്പോൾ 8,000 രൂപയാണ് നമുക്ക് ലോൺ തന്നത്. അപ്പോൾ TVയുടെ വില എത്ര? 8,000 രൂപ നമ്മൾ കൊടുത്തു. 8,000 രൂപ നമുക്ക് ലോൺ തന്നു. അപ്പോൾ TVയുടെ വില എത്ര? 16,000 രൂപ. പക്ഷെ അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ 19,520 എൻ്റെ മക്കൾ വരരുത്. ഈ കാര്യം ശ്രദ്ധിച്ചോണം. 5 കൊല്ലം കൊണ്ട് 4% പലിശ പ്രകാരം നിങ്ങൾ ആകെ അടയ്ക്കേണ്ട തുകയാണ് 9,600. മുതലും പലിശയും കൂടാണ്. ഇതെന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് ആണെന്നുള്ള കാര്യം ഓർത്തോണം. ഏത്? ഈ 9,600. പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് ആണ് 9,600. അപ്പൊ TVയുടെ വില എത്ര? 16,000.
16,000. നമ്മൾ കടയിലൊക്കെ പോയി EMI ഇട്ട് സാധനം മേടിക്കത്തില്ലേ, കുറച്ച് നമ്മൾ അടച്ചു, ഡൗൺ പേയ്മെന്റ് അടച്ചു, ബാക്കി നമുക്ക് ആ സാധനത്തിന്റെ വില തന്നെയാണോ നമ്മൾ ലോൺ അടയ്ക്കേണ്ടി വരിക? അല്ല, അത് പ്ലസ് പലിശ. അത് ആ പലിശയുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. 5 വർഷം കൊണ്ട് 4% വെച്ച് നിങ്ങൾ പലിശ തരണമെന്ന് പറഞ്ഞേക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 16,000 കോമയാണ് കേട്ടോ, 16,000. അടുത്ത ചോദ്യം 10ാമത്തെ ചോദ്യം. A person invested rupees 4,80,000 at 10% per annum for 2 years. What will he get at the end of the second year if the interest compounded half yearly? ഈ ഹാഫ് ഇയർലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ എന്താണെന്ന് വളരെ വിശദമായിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ 2 ക്ലാസ്സുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഏകദേശം 10-30 മിനിറ്റ് ആയി വീഡിയോ. ഇനി ഞാൻ അതുകൂടെ പറഞ്ഞ് ഞാൻ ഇതിൻ്റെ ലെങ്ത് ഞാൻ ഒരുപാട് കൂട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിന് വേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. മക്കളെ, ഹാഫ് ഇയർലി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിക്കൂ, 4,80,000 രൂപ, 10% പലിശ, 2 വർഷത്തേക്ക്. ഹാഫ് ഇയർലി എന്ന് പറഞ്ഞാൽ ഞാൻ കാര്യം മാത്രം പറഞ്ഞിട്ട് അങ്ങ് പോകാം. ഈ 10% പെർ ആനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 വർഷം 10% കിട്ടും. ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ 1 വർഷത്തിൽ 2 പ്രാവശ്യമായിട്ട് ഇത് തരും എന്ന് പറയുമ്പോൾ എത്ര പ്രാവശ്യം കിട്ടും? 1 വർഷത്തിൽ 2 പ്രാവശ്യം കിട്ടും. അപ്പോൾ 2 വർഷത്തിൽ എത്ര പ്രാവശ്യം കിട്ടും? 4 പ്രാവശ്യം കിട്ടും, 4 ടൈംസ്. പക്ഷേ 1 വർഷത്തിൽ 10% തരത്തുള്ളൂ, അത് 2ആയിട്ട് തരും. അപ്പോൾ എത്ര? 5% വെച്ച്. അതായത് 4,80,000 രൂപയ്ക്ക് 5% വെച്ച് 4 പ്രാവശ്യം കിട്ടും. അതായത് ഹാഫ് ഇയർലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ ഇത്ര ഓർത്താൽ മതി. റേറ്റ് പെർസെൻറ്റേജ് പകുതിയാക്കുക, അതല്ലേ ഇവിടെ ചെയ്തത്. 10 എന്നുള്ളത് 5 ആക്കി. നമ്പർ ഓഫ് ഇയേഴ്സ് ഇരട്ടിയാക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി 4 വർഷത്തിൻ്റെ ഒന്നുകിൽ നിങ്ങൾക്കിത് പാസ്കൽസ് ട്രയാങ്കിൾ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ പാസ്കൽസ് ട്രയാങ്കിൾ ആകുമ്പോൾ 4 വർഷത്തിൻ്റെ വാല്യൂ എത്ര? 1, 4, 6, 4, 1. 1ന്റെ താഴെ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ടുള്ള 4,80,000 എഴുതുക. ആദ്യമായിട്ടാണ് ഇതൊക്കെ കേൾക്കുന്നെങ്കിൽ അത് കാണണേ. ഏത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്? വീണ്ടും ഞാൻ പറയുന്നു, എനിക്കിനി എല്ലാം കൂടെ എല്ലാ വീഡിയോയിലും വന്ന് പാസ്കൽസ് ട്രയാങ്കിൾ പറഞ്ഞു വയ്യ. അതുകൊണ്ടാണ് അതെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, വിശദമായിട്ട് അത് കാണുക. അപ്പോൾ 4,80,000 അതിൻ്റെ 5% കണ്ടുപിടിച്ച് ഇവിടെ എഴുതുന്നു. ആ കിട്ടിയ തുകയുടെ 5% കണ്ടുപിടിച്ച് ഇവിടെ എഴുതുന്നു. ആ കിട്ടിയ തുകയുടെ 5% കണ്ടുപിടിച്ച് ഇവിടെ എഴുതുന്നു. ആ കിട്ടിയ തുകയുടെ 5% കണ്ടുപിടിച്ച് ഇവിടെ എഴുതുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇതിനെ തമ്മിൽ എല്ലാത്തിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് താഴോട്ട് എഴുതുന്നു. എന്നിട്ട് മുതലും പലിശയും കൂടെയാണ് നമുക്ക് വേണ്ടത്. സോ എല്ലാം കൂടെ കൂട്ടുന്നു, ആൻസർ കിട്ടുന്നു. അല്ലെങ്കിൽ എങ്ങനെ ചെയ്താലും മതി. 4,80,000 രൂപയല്ലേ? അതെ, 10% ഹാഫ് ഇയർലി നമുക്ക് മനസ്സിലായി എന്താണ്. 5% വെച്ച് 4 പ്രാവശ്യം എടുക്കണം അല്ലേ? 5% എന്ന് പറയുമ്പോൾ മുതലും പലിശയും കൂടെ 105%. വീണ്ടും മുതലും പലിശയും കൂടെ അങ്ങനെ 4 പ്രാവശ്യം എടുക്കണം. 4 പ്രാവശ്യം അങ്ങനെ എടുക്കണം. 4 പ്രാവശ്യം അങ്ങനെ എടുക്കണം. അപ്പോൾ ഇതിനെല്ലാത്തിനും നമുക്ക് 21/20 എന്ന് എഴുതാം, 5 കൊണ്ട് ഹരിച്ച് അല്ലേ? 21/20 എന്ന് എഴുതാം. അപ്പോൾ ഇതാകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെട്ടിക്കളഞ്ഞൊക്കെ എളുപ്പം ചെയ്യും. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം, പാസ്കൽസ് ട്രയാങ്കിളാണ് ചിലർക്ക് എളുപ്പമെങ്കിൽ അങ്ങനെ ചെയ്യും. അപ്പോൾ 1, 2, 3, 4. അപ്പോൾ 1, 2, 3, 4. 2 × 4, 4 × 2, 8. 8 × 2, 16. അപ്പോൾ എത്രയായി? 16, 3 ആയപ്പോൾ 48. സോ 21 ഇൻറ്റു, അപ്പോൾ ആൻസർ എന്ന് പറയുമ്പോൾ 3 × 21 × 21 × 21 × 21 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് പോകാം. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ നിങ്ങൾക്ക് എത്ര കിട്ടും? 5,83,443 എന്ന് കിട്ടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലും 10 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എനിക്കറിയാം, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ 10 ചോദ്യങ്ങളൊന്നുമല്ല, ഞാൻ ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല. അതിപ്പോൾ 10 അല്ല 100 ചോദ്യങ്ങളുടെ ഒരു വീഡിയോ ചെയ്തിട്ട് 24 മണിക്കൂറും ഒരു വീഡിയോ ഇരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവസാനം പറയുന്നത് ഇത് ഇത്രയും പോരാ, ഇതൊന്നും ആവുന്നില്ല എന്നേ ഉള്ളൂ. കാരണം എനിക്കറിയാം എത്രത്തോളം ചോദ്യങ്ങൾ ചെയ്താലും അത് എത്ര ചെയ്യുന്നു അത്രയും നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടത്തേ ഉള്ളൂ. ആ എക്സ്പീരിയൻസ് കൂടുന്നതാണ് നമ്മൾക്ക് എക്സാമിനേഷൻ ഹാളിൽ വളരെ ഫാസ്റ്റായിട്ട് ചെയ്ത് പോകാനായിട്ട് നമ്മളെ സഹായിക്കത്തുള്ളൂ. അതുകൊണ്ട് കഴിയുന്നത്ര ചോദ്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ ജസ്റ്റ് ഒരു റെഫറൻസ് ആയിട്ട് മാത്രം എടുക്കുക. ഇതേപോലെയുള്ള ചോദ്യങ്ങൾ മാത്രമല്ല, നമ്മൾ ഇതിനകത്തിൽ ഈ ജോമെട്രി, ആൽജിബ്ര അങ്ങനെയുള്ള ചില പോർഷൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ട്, അത് ഇപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ, കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെയുള്ള പോർഷൻസ് കൂടെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളും നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ കാണും. അപ്പോൾ എന്തായാലും ഇതേപോലെയുള്ള ധാരാളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈസിലി അവൈലബിൾ ആണ്. നമ്മുടെ ആപ്ലിക്കേഷനിൽ ചോദ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ മറ്റ് സോഴ്സിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എടുക്കാം. എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ കിട്ടുമോ അതെല്ലാം നിങ്ങൾ ചെയ്ത് പഠിക്കുക.
ഞാൻ പറഞ്ഞതുപോലെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നോക്കുക. അതിൽ കുറച്ച് ഫ്രീ വീഡിയോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, 4 വീഡിയോസ്. അപ്പോൾ എന്താണ് ഈ കോഴ്സ് എന്നും ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ഇതിൻ്റെ എന്തൊക്കെ നിങ്ങളുടെ എക്സാം എന്താണെന്നും എക്സാമിൻ്റെ സിലബസ് എന്താണെന്നും ഓരോ ചാപ്റ്ററും അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റും എങ്ങനെ പഠിക്കണമെന്നും തുടങ്ങിയ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള 3-4 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ആയിട്ട് തന്നെ കണ്ടു നോക്കാം, പരീക്ഷയെ മനസ്സിലാക്കുക. സോ ഇത്രയൊക്കെ ഇന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്ത ക്ലാസ്സിലൂടെ കാണാം.